റേഷൻ കാർഡ് BPL ആക്കുന്നതിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും റേഷൻ കാർഡ് ഇപ്പോൾ BPL ആയി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും അവരും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം BPL റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 28/10/2025 ആണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ ഞാൻ ചെറിയ രീതിയിൽ ഈ വീഡിയോയിൽ പറയാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിലവിൽ മുൻഗണനാ കാർഡുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സറണ്ടർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമാക്കുകയോ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ BPL കാർഡിന് അപേക്ഷ നൽകുവാൻ യോഗ്യത. അതായത് പ്രതിമാസം 25,000 രൂപ. അതുപോലെ തന്നെ നമ്മുടെ കാർഡ് നമ്മൾ BPLിലേക്ക് മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങളിലെ ഫസ്റ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീടും സ്ഥലവും സ്വന്തമായിട്ടില്ലാത്ത ആൾക്കാർ ആണെങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട്. അതിന് വില്ലേജ് ഓഫീസർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് SC/STക്കാർക്ക് മുൻഗണനയുണ്ട്. അപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് തഹസീൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ BPL സാക്ഷ്യപത്രം. BPL സാക്ഷ്യപത്രമാണ് ഇതിനകത്ത് മെയിൻ ഒരു മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത് ഈ റേഷൻ കാർഡിലേക്ക് നിങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട്. ആ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് അല്ലെ ബ്ലോക്ക് സെക്രട്ടറിമാർ നൽകുന്നതാണ് ഈ സാക്ഷ്യപത്രം. ആ സാക്ഷ്യപത്രം വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വസ്തു 1 ഏക്കറിൽ കൂടുതൽ ആകുവാൻ പാടില്ല. SC/STക്കാർക്ക് അത് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കാർഡിലുള്ള ആരും പ്രൊഫഷണൽസ് ആകാൻ പാടില്ല. അതായത് ഡോക്ടർമാർ, എൻജിനീയർമാർ, IT പ്രൊഫഷണൽമാർ, അതുപോലെ CAക്കാർ തുടങ്ങിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപേക്ഷിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വിദേശത്തുള്ള ആൾ കാർഡിലുണ്ടെന്നുണ്ടെങ്കിൽ NRI ഉൾപ്പെടെ അവരുടെ മാസവരുമാനം 25,000 രൂപയിൽ താഴെ ആയിരിക്കണം. സ്വന്തമായിട്ട് 3 or 4 അധികം വണ്ടികളുള്ള ആളുകൾ ആവരുത് കാർഡിലെ അംഗങ്ങൾ. അവർക്ക് അതുപോലെ ടാക്സി ഉള്ള ആളുകൾക്ക് പ്രശ്നമില്ല, ഒരു ടാക്സി ഒഴികെ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വേറെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ വീട്ടിൽ മാരക രോഗങ്ങളുള്ള ആളുകൾ, അതുപോലെ അങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണനയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്, ഈ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ കാർഡ് അപേക്ഷിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുൻഗണനയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആധാറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഈ ആധാറിൽ ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആധാർ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണമെന്നുള്ള മാനദണ്ഡം വളരെ കമ്പൽസറിയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഞാൻ പറഞ്ഞു 3 ലക്ഷത്തിൽ താഴെ, അതായത് 1 ലക്ഷത്തിൽ താഴെ ഉള്ളവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഗ്രഹനാഥയാണ് ഈ പറഞ്ഞതുപോലെ വിധവ എങ്കിൽ, അപ്പം ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ മുൻഗണന കിട്ടും. ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന രേഖകൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ നൽകുന്ന സർട്ടിഫിക്കറ്റും, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് വില്ലേജിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ അവർക്ക് ചാൻസ് കൂടുതലാണ് ഈ കാർഡിലേക്ക് മാറുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഈ കാർഡുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർഡ് നിങ്ങൾ സപ്ലൈ ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചതിന് ശേഷം ഈ സറണ്ടർ ചെയ്യുമോ
അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേറെ കാർഡിലേക്ക് മാറ്റുകയോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭാവിയിൽ അത് പ്രശ്നം വന്നേക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് മുൻഗണനയുള്ള ആളുകൾ, അതായത് ഈ BPL മാറുവാൻ മുൻഗണനയുള്ള റേഷൻ കാർഡുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. 28/10/2025 അതിൻ്റെ ലാസ്റ്റ് തീയതി. ആ തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അപേക്ഷകളെല്ലാം തയ്യാറാക്കി, ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുക്കാം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ആൾക്കാർക്കാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടുന്നത് കാര്യം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ആ വ്യക്തമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾ നോക്കുക. പഠിച്ചതിന് ശേഷം അത്രയും ഡോക്യുമെൻറ്റ്സ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ റേഷൻ കാർഡ് സിമ്പിളായിട്ട് BPL കാർഡിലേക്ക് മാറ്റുകയും ചെയ്യാം. ഇത് നിലവിൽ BPL കാർഡും മറ്റും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു അവയർനെസ് വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയും ഈ ചാനലും നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.